ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീണ്ടും കേരള VC രജിസ്ട്രാർ അനിൽകുമാർ അയച്ച ഫയലുകളിൽ ഒപ്പിട്ടില്ല. മിനി കപ്പൻ നൽകി 25 ഫയലുകളും ഒപ്പിട്ടു. സർവകലാശാല പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കെ രജിസ്ട്രാർ ഡോക്ടർ കെ അനിൽകുമാറിന്റെ വാഹനം പിൻവലിക്കാൻ നീക്കവുമായി VC ശ്രമം നടത്തുകയും ചെയ്യുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, വലിയ തരത്തിലുള്ള ഒരു ഭരണസ്തംഭനത്തിലേക്ക് കേരള സർവകലാശാലയെ കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകുന്നത് അവിടുത്തെ VC തന്നെയാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഈ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് കേരള സർവകലാശാല VC ചെയ്തത് രജിസ്ട്രാർ കെ അനിൽകുമാർ ഒപ്പിട്ട ഫയലുകൾ VC തിരിച്ചയച്ചു. മാത്രമല്ല മിനി കപ്പൻ അയച്ച 25 ഫയലുകൾ ഒപ്പിടുകയും ചെയ്തു. വളരെ കൃത്യമാണ്. സിൻഡിക്കേറ്റിനെ അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് VC മുന്നോട്ട് പോവുകയാണ്. വളരെ കൃത്യമായി സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണ്. സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തെ, സെനറ്റിനെ, സിൻഡിക്കേറ്റിനെയൊക്കെ മറികടന്നുകൊണ്ട് VC മോഹനൻ കുന്നുമ്മൽ ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ അതിന് പിന്നിൽ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ്. ഏറ്റവും വലിയ പ്രശ്നം ഈ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണ്. സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതിന് കാരണക്കാരൻ ഈ VC തന്നെയല്ലേ? അത് തന്നെയല്ലേ ഇപ്പോൾ ജി മുരളീധരൻ പറയുകയും ചെയ്തത്. തീർച്ചയായും സിജു, അതായത് സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ രജിസ്ട്രാർ ഒപ്പിട്ട് നൽകിയ ഫയലുകൾ തിരിച്ചയക്കുന്ന ഒരു നടപടിയാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചത്. അതേസമയം രജിസ്ട്രാർ ഇൻചാർജായി VC നിയമിച്ച വ്യക്തിയിൽ നിന്ന് വന്ന ഫയലുകൾ, മിനി കാപ്പനിൽ നിന്ന് വന്ന ഫയലുകളാകട്ടെ 25ഓളം ഫയലുകൾ വന്നു. ആ ഫയലുകളൊക്കെ ഒപ്പിട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ അനധികൃതമായി ഫയലുകൾ ഒപ്പിടുന്നത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ആ ഉദ്യോഗസ്ഥൻ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയത്. കാരണം ഇതിന് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനാണ് പരമോന്നത അധികാരം എന്ന് പറയുന്നത്. സിൻഡിക്കേറ്റാണ് ഒരു രജിസ്ട്രാറെ നിയമിക്കേണ്ട നടപടിയാണെങ്കിലും അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ടതാണെങ്കിലും ഒക്കെ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റാണ്. അത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ കവർന്നുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർമാർ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഏതായാലും അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി തന്നെ സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് തയ്യാറാകുമോ വൈസ് ചാൻസലർ എന്നുള്ളതാണ് ഇനി ഏതായാലും കണ്ടറിയേണ്ടത്. ഏതായാലും സർവകലാശാലയിൽ ഒരു ഭരണ പ്രതിസന്ധിയുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമം തന്നെയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും വൈസ് ചാൻസലർ ആകട്ടെ, അദ്ദേഹം ഇതുവരെയായി സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചതിന് ശേഷം തിരികെ കേരളത്തിലേക്ക് എത്തിയെങ്കിൽ പോലും സർവകലാശാലയിൽ ഇതുവരെയായി എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ തന്നെ നിരവധി ഫയലുകളാണ് ഇപ്പോൾ പെൻഡിംഗായി നിലനിൽക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുടെ ഫയലുകൾ അടക്കമുണ്ട്. അതിലൊന്നും തന്നെ ഒരു തീർപ്പാക്കാതെ ഉള്ള നടപടിയാണ് വൈസ് ചാൻസലർ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. ഏതായാലും ഇതിൽ രജിസ്ട്രാർക്കെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നുള്ള നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾക്ക് ഇടവയ്ക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതും. സിജു, ഷീജ പറഞ്ഞതുപോലെ തന്നെ ഭരണ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കാനാണ് VCയുടെയും അതോടൊപ്പം തന്നെ താൽക്കാലിക VC ആയ മോഹൻ കുന്നുമലിൻ്റെ നീക്കം. പക്ഷേ കൃത്യമായി സിൻഡിക്കേറ്റ് ഇടപെട്ടിട്ടുണ്ട്. അവിടെ രജിസ്ട്രാറായ സിൻഡിക്കേറ്റ് നിയമിച്ച രജിസ്ട്രാർ VS അനിൽകുമാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന് സിഗ്നേച്ചർ അടക്കം നൽകുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ VC നിയമിച്ച മിനി കാപ്പൻ അയച്ച 25 ഫയലുകൾ ഒപ്പിടുകയും ചെയ്തു. മറ്റ് ഫയൽ ഒപ്പിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോധപൂർവം തന്നെ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമം നടത്തുന്നു. വളരെ കൃത്യമാണ് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത്. സർവകലാശാലയുടെ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് സിൻഡിക്കേറ്റാണ്, ഇപ്പോഴത്തുള്ള രജിസ്ട്രാറുമാണ്. അതിനെ തടസ്സപ്പെടുത്തുന്നത്, അതായത് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കാൻ ശ്രമം നടത്തുന്നത് VCയും VC നിയമിച്ച മറ്റ് രജിസ്ട്രാറുമാണ്. ഇതിനെതിരെ ഇപ്പോൾ സിൻഡിക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണമെന്ന് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗം മുരളീധരൻ കൂടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭരണ പ്രതിസന്ധി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് VC തന്നെയല്ലേ? എങ്ങനെയാണ് സിൻഡിക്കേറ്റ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്?
തീർച്ചയായും എല്ലാ വിഷയങ്ങളും സിൻഡിക്കേറ്റിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് വൈസ് ചാൻസലർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വലിയ തോതിലുള്ള പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. കാരണം നിലവിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാതെ അനിശ്ചിതമായി നീട്ടുക, അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ട് സിൻഡിക്കേറ്റ് എടുക്കേണ്ട നടപടികൾ വൈസ് ചാൻസലർ കൈക്കൊള്ളുന്നു. അത്തരത്തിലുള്ള നടപടികളാണ് പ്രധാനമായും സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സിൻഡിക്കേറ്റ് നിയോഗിച്ച രജിസ്ട്രാറെ അപ്രസക്തനാക്കിക്കൊണ്ട് ഇൻചാർജ് രജിസ്ട്രാറുടെ, അതായത് വൈസ് ചാൻസലർ ഇൻചാർജ് രജിസ്ട്രാറാക്കിയ മിനി കാപ്പനിൽ നിന്നുള്ള ഫയലുകൾക്ക് അംഗീകാരം നൽകുന്ന ഒരു നടപടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും സർവകലാശാലയുടേതായിട്ടുള്ള ഫയലുകളായിട്ടോ തീരുമാനങ്ങളായിട്ടോ വരികയില്ല. അതിന് അത്തരത്തിലുള്ള നിയമസാധുതയില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും സിൻഡിക്കേറ്റിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടും ചട്ടങ്ങളും ഒക്കെയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല വൈസ് ചാൻസലറുടെ നിലപാട്. വൈസ് ചാൻസലർ സ്വീകരിക്കുന്ന ഓരോ നിലപാടും അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ പൂർണ്ണമായും കവർന്നെടുക്കുന്നതുമാണ്. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകിയിരിക്കുന്നത് വിസിക്ക്. പക്ഷേ ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. അടിയന്തരമായി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വി.സി. മോഹനൻ കുന്നുമല് കത്ത് നൽകിയിട്ടുണ്ട്. ഏതായാലും ഭരണ പ്രതിസന്ധി ഉണ്ട് കേരള സർവകലാശാലയിൽ നിന്ന് വരുത്തി തീർക്കാൻ. അതിൻ്റെ ഭാഗമായി തന്നെയാണ് വി.സി. ഇന്ന് രജിസ്ട്രാർ അനിൽകുമാർ അയച്ച ഫയലുകളിൽ ഒപ്പിടാതെ അയക്കുകയും ചെയ്തത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാഹനം കൂടി പിടിച്ചുവെക്കാനുള്ള ശ്രമവും വി.സി. നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങളാണ് ഷീജ നൽകിയത്.